ഷെഫായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇടയ്ക്ക് ഞാനും എൻ്റെ ഹസ്ബൻഡുമായിട്ടൊന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒരു 5 വർഷത്തോളം കോടതിയും കേസും ഒക്കെ ആയിട്ട് ജീവിക്കേണ്ടി വന്നു. ഈ 5 വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ ഭയങ്കര ഒരു ഡിപ്രഷനിൽ പോയി. എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. അപ്പം ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഈ കോസ്മെറ്റിക്സിൽ കൂടുതൽ എൻഗേജ്ഡ് ആവാനായിട്ടാണ് ഞാൻ നോക്കിയത്. എനിക്ക് പാർട്ട്നേഴ്സ് ആരുമില്ല. അതിലേക്ക് പോലും ഞാൻ ലോണോ ബാങ്കിൽ നിന്നൊന്നും ലോണോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. അഞ്ജനക്കണ്ണെഴുതി ആലിലെ താലി ചാർത്തി അറപ്പുര വാതിൽക്കൽ ഞാൻ കാത്തുനിന്നു. അങ്ങനെ കാത്തു നിൽക്കുന്ന ഒരുപാട് മലയാളി മംഗമാരുണ്ട് അല്ലേ? അതായത് തങ്ങളുടെ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് കൺമഷി എഴുതി പൊട്ട് തൊട്ട് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് വളരെ സുന്ദരിമാരായി മാറുന്ന മലയാളി മംഗമാരുണ്ട്. മലയാളികൾ മാത്രമല്ല, മനുഷ്യരാണോ അവർക്ക് ഈ സൗന്ദര്യം എന്ന് പറയുന്നത് അത്രമാത്രം അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റുള്ളവരെ ഒന്ന് ആകർഷിക്കാൻ കഴിയുന്നത് നമ്മുടെ സൗന്ദര്യം കൊണ്ടാണ്. നമ്മുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് സൗന്ദര്യത്തിന്റെ തന്നെ ഒരു പ്രതിഫലനമാണെന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഞാനിപ്പോൾ നിൽക്കുന്നത് വളരെ വിശാലമായിട്ടുള്ള ഹോം മെയ്ഡ് ഹെർബൽ ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ ചെയ്തു തരുന്ന നമ്മുടെ ഒരു ഹരേ കൃഷ്ണ, അതല്ല എന്നുണ്ടെങ്കിൽ കൃഷ്ണ ഹെർബൽ പ്രോഡക്ട്സ് എന്ന് വിളിക്കുന്ന നമ്മുടെ ഒരു ബിന്ദു എന്ന പ്രിയപ്പെട്ട മെന്ററിന്റെ ഒരു ഫേമിലാണ്. അവിടെയാണ് ഞാൻ ഈ കാണുന്ന ഷവജൽ ആയാലും അതുപോലെ തന്നെ ലിബാം ആയാലും കൺമഷി ആയാലും എല്ലാം വളരെ ശ്രദ്ധയോടുകൂടിയാണ് നമ്മുടെ മെന്റർ ഇവിടെ ചെയ്തു തരുന്നത്. ഒരു നല്ല മികച്ച ഒരു ഓൺടർപ്രണർ ആണ്, ഒരു വീട്ടമ്മയാണ്. നമുക്ക് ചോദിച്ചറിയാം എന്താണ് ഹോം മെയ്ഡ് ഹെർബൽ ബ്യൂട്ടി പ്രോഡക്ട്സ് ബിസിനസ്, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, ആർക്കൊക്കെ ഇത് ചെയ്യാം എന്നൊക്കെയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ. ആർക്കൊക്കെ ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സയൻസിനോട് അല്പം താല്പര്യമുള്ള ആളുകൾക്ക് ഇത് ചെയ്യാൻ എളുപ്പമായിരിക്കും, പഠിക്കാൻ എളുപ്പമായിരിക്കും. സയൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ കാര്യം ഞാൻ പറയണം. ഇപ്പം BSc ബോട്ടണിയോ കെമിസ്ട്രിയോ എടുത്ത് പഠിച്ചവർക്ക്, സുവോളജി സബ്ബായിട്ട് വരുന്നവർക്ക് ഇതൊക്കെ നമ്മൾ കുറേയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കോസ്മെറ്റിക്സിൽ ഇത് പഠിക്കുന്ന സമയത്ത് സ്കിൻ കെയർ ഫോർമുലേഷനകത്തല്ല ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ഇതിനെക്കുറിച്ച് ഈ ടേംസ് മാത്രമേ നമ്മൾ പഠിച്ചു പോകുന്നുള്ളൂ. നമ്മൾ ലാബിൽ പോലും ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നമ്മൾ കൈകാര്യം ചെയ്യുന്നില്ല. അപ്പം നമുക്കിത് ചെയ്യുന്ന സമയത്ത് നമുക്കിതിനെക്കുറിച്ചൊരു സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഷാമ്പൂ ചെയ്യാനോ ഒരു ക്രീം ചെയ്യാനോ ഒക്കെ ഇതിനകത്ത് ചേർക്കേണ്ട ആക്റ്റീവ്സിനെ കുറിച്ച് നമുക്കൊരു നോളജ് കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ ആകെ ഇട്ടത്ത് തപ്പും. ഇതിനെന്തെങ്കിലും ഇപ്പോൾ ഈ ഉണ്ടാക്കുന്ന ഫോർമുലേഷൻ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു സോപ്പ് തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മിഡിൽ എന്തെങ്കിലും അത് എന്താ പറയുക ഇങ്ങനെ നൊരഞ്ഞ് പതഞ്ഞൊക്കെ വരുന്നൊരു സമയമുണ്ട്. അത് ഷുഗർ കൂടുമ്പോൾ സംഭവിക്കുന്നതാണ്. അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സ്റ്റക്കായിരിക്കും. എന്ത് ചെയ്യും ഇങ്ങനെ ചോദിച്ചുകൊണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ആ ബാച്ച് എടുത്ത് അങ്ങ് കളയും. ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിയ ഈ സാധനങ്ങളെല്ലാം നമ്മളങ്ങ് എടുത്ത് കളയും. അപ്പോൾ ഇത് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊരു സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പഠിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ആദ്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് മെൽറ്റ് ആൻഡ് പോർ ബേസ്. എല്ലാവരും അങ്ങനെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മെൽറ്റ് ആൻഡ് പോർ സോപ്പിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ അതിന് വലിയൊരു ചിലവൊന്നും ഉണ്ടാവില്ല. അതൊരു 10,000-നകത്തൊക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണ്. ജസ്റ്റ് ഒരു മെൽറ്റ് ആൻഡ് പോർ സോപ്പ് എന്ന് പറഞ്ഞു. കാശ് ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. എൻ്റെ കയ്യിൽ ദൈവം സഹായിച്ച് കാശുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഹസ്ബൻഡാണ് സഹായിച്ചത്. പിന്നെ ക്യാഷ് ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ മുദ്ര ലോൺ പോലുള്ള അത് കിട്ടാൻ ഭയങ്കര പാടാണ്. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത് തന്നെയായിരിക്കും. ഇപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെയൊക്കെ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു. ഫെഡറൽ ബാങ്കിലൊക്കെ നമ്മൾ ലോണിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എമൗണ്ട്, അത് തന്നെ ഒരു ഹ്യൂജ് എമൗണ്ട് ഒന്നും തരുമെന്ന് തോന്നുന്നില്ല. ഒരു 10 lakhനൊക്കെ അകത്ത് കിട്ടുമായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് വേണ്ടത് MSME രജിസ്ട്രേഷൻ ആണ് ആദ്യം ഇത് ചെയ്യുന്നതിന്. പ്രൊപ്രൈറ്റർഷിപ്പ് എടുക്കുന്നതാണ് നല്ലത്. പ്രൈവറ്റ് ലിമിറ്റഡ് എടുക്കുന്നതിനേക്കാളും പ്രൊപ്രൈറ്റർഷിപ്പിൽ പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇത് MSME കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ഉദ്യം രജിസ്ട്രേഷൻ, ഇപ്പോൾ MSMEയുടെ തന്നെ ഉദ്യം രജിസ്ട്രേഷൻ ആക്കിക്കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ആദ്യം ജോയിൻ ചെയ്യുന്ന സമയത്തൊക്കെ MSME മാത്രമായിരുന്നു. MSME പ്രോഡക്റ്റിലൊക്കെ MSME നമ്പറായിരുന്നു ആദ്യം കൊടുത്തിരുന്നത്. പിന്നെ അത് ഉദ്യം രജിസ്ട്രേഷൻ ആക്കി. ഇപ്പം അതുമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ISO സർട്ടിഫിക്കേഷൻ, പിന്നെ GMP, നെക്സ്റ്റ് GMP ആണ് എടുക്കുന്നത്. GMP പിന്നെ ഫൈനലി മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഹ്യൂജ് എമൗണ്ട് മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രൊഡക്റ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം 1 കോടിയിലൊക്കെ, 1 കോടി എന്നാണ് എനിക്ക് തോന്നുന്നത്, അത്രയും നിങ്ങൾക്ക് പ്രോഫിറ്റ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ മാനുഫാക്ചറിങ് ലൈസൻസ് എടുത്തേ പറ്റുള്ളൂ. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റ് നിങ്ങൾക്ക് ഇൻഷുർ ചെയ്ത് പ്രീമിയം ഒക്കെ കറക്റ്റ് അടച്ച് പോവുകയാണെങ്കിൽ അത് നിങ്ങൾ ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനിയിൽ ചോദിച്ചാലുണ്ടാവും.
അപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ ഒരു തീപിടുത്തമോ അങ്ങനെ ഫയർ ഇൻഷുറൻസ് എടുക്കുക. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും എടുക്കുന്നതാണ് ഫയർ ഇൻഷുറൻസ് ഒക്കെ പോലുള്ള. അങ്ങനെ എന്തെങ്കിലും എടുത്താൽ എന്തെങ്കിലും നഷ്ടം ഉണ്ടായാൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം, അത്രയേ ഉള്ളൂ. നിങ്ങൾക്കിപ്പോൾ ഒരു മാനുഫാക്ചറിങ് ലൈസൻസ് നിങ്ങളുടെ പ്രോഡക്റ്റിന് വേണമെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ തന്നെ വേണം ലൊക്കേഷൻ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. കാര്യം ഇവിടുത്തെ റൂളുകൾ അങ്ങനെയാണ്. ഇവർ മാനുഫാക്ചറിങ് ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എൻറ്റയർ പ്രോഡക്റ്റിന് മാനുഫാക്ചറിങ് ലൈസൻസ് വേണം എന്ന് നിർബന്ധമുള്ള ആളുകൾ, ഇതിലേക്കൊരു ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻഡസ്ട്രിയൽ ഏരിയ ആയിരിക്കും ഞാൻ പറയുന്നത്. ഇല്ലെങ്കിൽ അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ടാവും. എൻ്റെ ജീവിതത്തിൽ എൻ്റെ എല്ലാ സർവസ്വവും എൻ്റെ ഭഗവാനാണ്. അപ്പോൾ ഭഗവാന്റെ പേരിൽ എന്തെങ്കിലും തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും ഭഗവാന് വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ഭഗവാൻ, അത് കഴിഞ്ഞേ ഉള്ളൂ എല്ലാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ MD ഭഗവാൻ തന്നെയായിരിക്കും, പിന്നെ ഉള്ളൂ ഞാൻ. അപ്പം ഭഗവാന് വെച്ചിട്ട് ഉള്ള ഒരു പേര് ആദ്യം കൃഷ്ണാസ് തന്നെയായിരുന്നു. ആ ഒരു കൃഷ്ണാസ് മീൻസ് അട്രാക്ഷൻ എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. കൃഷ്ണാസ് എന്ന് പറഞ്ഞാൽ അട്രാക്ഷൻ എന്നാണ്, അതായത് വൺ ഹു അട്രാക്ട്സ് ഹിസ് ഡിവോട്ടീസ് എന്നാണ്. കൃഷ്ണൻ അന്ന് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തും അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരെയും ഈവൻ ശത്രുക്കളെ പോലും അദ്ദേഹം അട്രാക്റ്റ് ചെയ്തിരിക്കുന്നു. ആ പേര് കൃഷ്ണ എന്ന് പറഞ്ഞ പേരിൻ്റെ അർത്ഥം തന്നെ അട്രാക്റ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ പ്രോഡക്റ്റിനും ഞാൻ ആ ഒരു പേര് സെലക്ട് ചെയ്തു, അട്രാക്റ്റ് ചെയ്യട്ടെ എന്നുള്ള ആ ഒരു ഇതിൽ, ജനങ്ങളെ ആകർഷിക്കുമാറാകട്ടെ എന്നുള്ള രീതിയിൽ ഭഗവാന്റെ പേര് തന്നെയാണ് കൊടുത്തത്. പിന്നെ കൃഷ്ണാസ് ഓർഗാനിക് ഹെർബൽ പ്രോഡക്ട്സ് എന്നാണ് ഫുൾ നെയിം അതിൻ്റെ കമ്പനിയുടെ. കോസ്മെറ്റിക് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മാർക്കറ്റിങ്ങിനാണ് കാശ് പോകുന്നത്. അഡ്വർടൈസ്മെൻറ്റിനും മാർക്കറ്റിങ്ങിനുമാണ് നല്ലൊരു എമൗണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, പിന്നെ ഈ ചാനലുകൾ വഴി നിങ്ങൾ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എമൗണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ മീഡിയാസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പം മാധ്യമങ്ങൾ, ഈ പറഞ്ഞ മാഗസീൻസ് വഴി, വനിത പോലുള്ള മാഗസീൻസ് വഴി, അതേപോലെ അവിടേക്ക് ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾ മാസം മാർക്കറ്റിംഗ് ചെയ്യാൻ തന്നെ ഒരു നല്ല എമൗണ്ട് മാറ്റി വെച്ചേക്കണം. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ കൈ വരുന്നതാണ് നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അത്രയ്ക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് പോപ്പുലർ ആവണം, ആ പ്രോഡക്റ്റിൽ നിന്ന് കസ്റ്റമറിന് അത്രയും ബെനിഫിറ്റ് കിട്ടണം, അത്രയും റിവ്യൂസ് വരണം. എങ്കിൽ ഗൂഗിൾ റേറ്റിംഗ് വേറൊരു കാര്യം, അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. പിന്നെ ഒരു മാർക്കറ്റിംഗ് ടീം തന്നെ വേണം. ഈ മാർക്കറ്റിംഗ് ടീമിനുള്ള സാലറി, വെബ്സൈറ്റ് മാനേജ് ചെയ്തുകൊണ്ട് പോകാനുള്ള സാലറി, നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്, അതുപോലെ നമ്മുടെ പേജുകൾ, FB പേജ്, ഇൻസ്റ്റാഗ്രാം പേജ്, ഇത് എല്ലാം മാനേജ് ചെയ്തുകൊണ്ട് പോകാനുള്ള നമ്മുടെ മാർക്കറ്റിംഗ് ടീം തന്നെ അതിന് വേണം. നോക്കാൻ വേണ്ടി ഒരു 3-4 പേരെയെങ്കിലും നിങ്ങൾ മാർക്കറ്റിംഗ് ടീമിനായിട്ട് അംഗങ്ങളായിട്ട് നിയമിച്ചിരിക്കണം. അവരുടെ ചിലപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം അവർ ഏറ്റെടുക്കുന്നത്. എനിക്ക് തന്നിപ്പം ഒരു 4-5 പേര് തന്നെ ഞങ്ങൾ അഡ്മിനായിട്ട് എൻ്റെ ഒരു പേജിനുണ്ട്. അപ്പോൾ അവരാണ് അതെല്ലാം മാനേജ് ചെയ്യുന്നത്. എൻ്റെ വെബ്സൈറ്റ് എല്ലാം എനിക്ക് നോക്കാൻ പറ്റാറില്ല. മാർക്കറ്റിങ്ങിന് ഞങ്ങൾക്കൊരു ടീം തന്നെയുണ്ട്. കസ്റ്റമേഴ്സാണ് ഞങ്ങൾക്ക് എല്ലാം. കാര്യം നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ്, അവരുടെ ഇഷ്ടങ്ങളനുസരിച്ചാണ് നമ്മൾ ഇന്ന് വരെ ഓരോ പ്രോഡക്റ്റുകളും ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഒരു 2 ആഴ്ചയെങ്കിലും പ്രൊഡക്റ്റ് അയച്ചൊരു 2 ആഴ്ച കൂടുമ്പം കസ്റ്റമേഴ്സിന് നമ്മൾ അവിടെ തന്നെ വിടുന്നില്ല. അവരോട് വിളിച്ച് ചോദിക്കും. ചിലർ റെസ്പോണ്ട് ചെയ്യും, ചിലർ റെസ്പോണ്ട് ചെയ്യാറില്ല. നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യും. ചിലർ വീഡിയോ റിവ്യൂ തരുന്നവരുണ്ട്, ചിലർ ജസ്റ്റ് ഒരു മെസ്സേജ് തരുന്നവരുണ്ട്. അവർ പലരും മുഖം കാണിക്കാൻ താല്പര്യപ്പെടാറില്ല. ഇങ്ങനെ ചിലർ മുഖം കാണിക്കാൻ 1-2 പേര് വരും. അങ്ങനെ കൂടുതലും നമുക്കിങ്ങനെ മെസ്സേജ് തന്ന് പോകുന്നവരാണ്. കൊള്ളാം, നല്ല പ്രൊഡക്റ്റാണെന്ന് പറഞ്ഞ് പോകുന്നവർ തന്നെയാണുള്ളത്. പിന്നെ ആർക്കെങ്കിലും ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടായാൽ, എന്തെങ്കിലും ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ, ഇപ്പോൾ റിസൾട്ട് കിട്ടിയില്ല എന്നോ ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ ക്യാഷ് റീഫണ്ട് ചെയ്യും. ചലഞ്ചസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കാതെ ഇതിനെക്കുറിച്ച് കോഴ്സുകൾ അറ്റൻഡ് ചെയ്ത്, സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ഇതൊന്നും അറ്റൻഡ് ചെയ്യാതെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. എന്ത് മെറ്റീരിയൽ, ഒരു ക്രീം ചെയ്യുകയാണ്, അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അതെല്ലാം എഴുതി തയ്യാറാക്കി വ്യക്തമായി ഒരു ഫോർമുലേഷൻ ഉണ്ടാക്കി ആ മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾ വാങ്ങിച്ച് നിങ്ങളത് ചെയ്ത് റിസർച്ച് ചെയ്ത് ആദ്യത്തെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി ഓക്കെ ആണെങ്കിൽ മാത്രം, ടെസ്റ്റ് ചെയ്തത് ഓക്കെ ആണെങ്കിൽ മാത്രം മുന്നോട്ട് പോവുകയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ഇതായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അല്ലാതെ ഇപ്പം പറഞ്ഞ പോലെ ഇതൊന്നും ഇല്ലാതെ പെട്ടെന്ന് നിങ്ങൾക്ക് ഫോർമുലേഷൻസും ഇല്ല, ഒന്നുമില്ല, നിങ്ങൾ വെറുതെ ഒരു ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്യാതെ വെറുതെ ഗൂഗിളിൽ നോക്കിയിട്ട്, ഗൂഗിളിലെ യൂട്യൂബ് വീഡിയോസും കണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കണ്ട് ദയവ് ചെയ്ത് ആരും ഒന്നും ചെയ്യരുതെന്നേ ഞാൻ പറയുള്ളൂ. അതിനകത്ത് പറയുന്നുള്ള 1% പോലും ശരിയല്ല. നിങ്ങൾ
കണ്ടത് വളരെ ചെറിയ ഒരു രൂപമാണ് നമ്മുടെ ഈ ഒരു വിശദമായ ഒരു കോഴ്സിന്റെ. എങ്ങനെയാണ് ഒരു ഹോം മെയ്ഡ് ഹെർബൽ ബ്യൂട്ടി പ്രോഡക്ട്സ് ബിസിനസ് നമുക്ക് ആരംഭിക്കാൻ കഴിയുക എന്നതിനെ കുറിച്ചൊക്കെ ചെറിയൊരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ വ്യക്തമായ ഒരു ധാരണ ലഭിക്കണമെന്നുണ്ടെങ്കിൽ വളരെ വിശദമായി തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം അല്ലെ? അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇന്ന് തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഹോം മെയ്ഡ് ഹെർബൽ ബ്യൂട്ടി പ്രോഡക്ട്സ് ബിസിനസിന്റെ മുഴുവൻ വിശദാംശങ്ങളും കാണുക.